നമ്മൾ ഇന്ന് കഷ്ടപ്പാടിന്റെ വക്കിൽ നിൽക്കുന്ന ഈ ഒരു ചായക്കടക്കാരനെ ലക്ഷപ്രഭുവാക്കാൻ പോവാ. ഈ ആത്മഹത്യയുടെ വക്കിലായിപ്പോഴും അത്രയ്ക്ക് സാമ്പത്തിക ടൈറ്റാണ്. ഇന്ന് നമ്മൾ സമൂഹത്തിൽ സ്വന്തം പ്രായം പോലും നോക്കാണ്ട് അധ്വാനിച്ച് കഴിയുന്ന ഒരാൾക്ക് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയൊരു താങ്ങ് കൊടുക്കാൻ തീരുമാനിച്ചു. അതിനൊരു അടിപൊളി ചലഞ്ചായിട്ട് നമ്മൾ ഇറങ്ങി. അപ്പൊ 500 രൂപ തരാം, ഗോവ വരെ പോയിട്ട് എനിക്കൊരു പെട്ടി കൊണ്ടുവരാൻ പറ്റും. 500 രൂപ കൊണ്ട് എങ്ങനെ ഗോവ വരെ പോകാൻ പറ്റും? ഞാൻ 500 രൂപ തരാം, ഗോവ വരെ പോയിട്ട് പെട്ടി അവിടെ നിന്നിട്ട് കൊണ്ടുവരാം. 500 രൂപ തരാം, ഗോവ വരെ പോയിട്ട് എനിക്കൊരു ചെറിയൊരു പെട്ടി കൊണ്ടുതരാവും. ഓരോ പോകാൻ 500 രൂപ മതി. അപ്പൊ ചേട്ടാ യാത്ര ചെലവൊന്നും നോക്കണ്ട, ഞാൻ എല്ലാം സെറ്റാക്കാം. അത് എനിക്ക് ഭയങ്കര വില പിടിച്ച ഒരു പെട്ടിയാണ്. സൂക്ഷിച്ച് കൊണ്ടുപോകും. ഗോവയാണ്, ഭയങ്കര ദൂരമാണ്, 5 ദിവസം എടുക്കും. കുഴപ്പമില്ല, ഞാൻ ചിലവൊക്കെ കേൾക്കാമല്ലേ. അപ്പോൾ ഞാൻ നോക്കാം, കൃഷി ചെയ്യാൻ കൊണ്ടുണ്ട്. ഉറപ്പാണ്. ഇതാണ് ശിവരാമേട്ടൻ. നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിൽ ശിവരാമേട്ടനെ കുറിച്ച് അറിഞ്ഞത് 2 വാക്കിൽ ഞാൻ പറയാം. 76 വയസ്സുള്ള നമ്മുടെ ശിവരാമേട്ടൻ ചെയ്യാത്ത ഒരു പണി. 2 പെൺകുട്ടികളുണ്ട്, 2 പേരെയും കെട്ടിച്ചു വിട്ടു. അതിനിടക്ക് കൊറോണ വന്ന് ആകെ നിൽക്കക്കള്ളിയില്ലാതായി. സാമ്പത്തികമായിട്ടൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്തത്? ഈ വരുമാനം എന്ന് പറയാൻ ഒരു 70 രൂപ ബറാബറേ ഉള്ളൂ ഒരു ദിവസം. ഒരു ദിവസം 70 രൂപ. നിങ്ങൾ 500 രൂപ തരികയും ചെയ്യും, എൻ്റെ ചിലവുമെല്ലായേക്കും. എനിക്കൊരു ദൂരയാത്ര പോവുകയും ചെയ്യാം. ഉത്തരവാദിത്തോടെ സാധനം കൊണ്ടു തരികയും ചെയ്യും. ഇത്രയും ദാരിദ്ര്യം വരാൻ കാര്യം അവിടെ നിന്ന് ഷെഡ് വെച്ച് ഇവിടെ താമസമായിട്ട് ഇപ്പോൾ 16-17 ആത്മഹത്യയുടെ വക്കിലായിപ്പോഴും ആ പരുവത്തിലായി എന്ന് പറയാം. ഇന്ന് നമ്മൾ കണ്ട എല്ലാരും തന്നെ ഡിസേർവിംഗ് ആയിരുന്നു. പക്ഷേ ഈ ഒരു 76-ാം വയസ്സിൽ ഈ ഒരു ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്ത അപ്പച്ചനാണ് ഇന്നത്തെ ഹീറോ. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു അപ്പച്ചന്റെ ഈ ഒരു 20 വർഷം പഴക്കമുള്ള ചായക്കട അപ്പച്ചൻ പോലും അറിയാണ്ട് ഒരു 5 സ്റ്റാർ ചായക്കടയായിട്ട് മാറ്റാൻ. As always guys, twist ഇല്ലാണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആരെ തന്നെ സെലക്ട് ചെയ്താലും സർപ്രൈസ് ആയിട്ട് നമ്മൾ കട പണിത് കൊടുക്കണമെങ്കിൽ ബന്ധുക്കളെയും കൂട്ടുകാരെയും വിട്ട് മിനിമം 5 ഡേയ്സ് ഇവിടുന്ന് മാറി നിൽക്കണം. അതിനാണ് ഈ ഗോവൻ പാഴ്സൽ പ്രോജക്ട്. ശിവരാമചേട്ടൻ്റെ ഒരു ചെറിയൊരു ചായ പീടിക വർഷങ്ങളായിട്ട് അദ്ദേഹം നടത്തി വരികയായിരുന്നു. സർപ്രൈസ് ആയിട്ടാണ് ഈ കട ഇവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. വളരെ നല്ലൊരു കാര്യമാണ്, മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ്. ഏറ്റവും അർഹതപ്പെട്ട ആളെ തന്നെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അത് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. തീർച്ചയായും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. എന്താണ് ഇന്നലെ മുതൽ ഇതിൻ്റെ അകത്താണല്ലോ അടച്ചുപൂട്ടിയിരിക്കുകയാണല്ലോ, എന്ത് പറ്റി? അമ്മ എല്ലാ പ്ലാനിങ്ങും കറക്റ്റ് രീതിയിൽ നടക്കുന്നത്. ഞാൻ തന്നെ അവിടെ വേണമെന്നില്ല, എനിക്ക് ഇവിടുന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെത്ത കണ്ട ഇവിടുന്ന് എനിക്ക് എണീക്കാനേ തോന്നില്ല. കൊള്ളാമല്ലോ, പിന്നെയും പുതിയ മെത്ത മേടിച്ചോ? പിന്നല്ല എടാ, ഈ മെത്ത കൊള്ളാമല്ലോ, ഇത് ഇവിടുന്ന് വാങ്ങിച്ചു. അമ്മ ഇത് വെയ്ക്ക്ഫിറ്റിന്റെ എക്സ്പേർട്ട് ഗ്രിഡ് മാട്രസ് ആണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? നമ്മൾ കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി ഷേപ്പായിട്ട് അഡാപ്റ്റ് ചെയ്യും, അതായത് ഓഫറിങ് ഇന്റലിജന്റ് സപ്പോർട്ട്. അമ്മ ഈ ഒരു മാട്രസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാഗത്ത് ഏത് ഭാഗത്തിനാണ് നല്ല ഫേം ആയിട്ട് സപ്പോർട്ട് വേണ്ടത്, ഏത് ഭാഗത്തിനാണ് നല്ല സോഫ്റ്റ് ആയിട്ട് സപ്പോർട്ട് വേണ്ടത്, കറക്റ്റ് ഇതിന് നമ്മുടെ എക്സ്പേർട്ട് ഗ്രിഡ് ടെക്നോളജി കാരണം ഇതിന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എന്താ നല്ലൊരു ക്രേഡ്ലിംഗ് സപ്പോർട്ട് ഇത് തരും. അതുകൊണ്ട് തന്നെ നല്ല കൂൾ ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് സ്ലീപ്പ് കിട്ടും ത്രൂ ഔട്ട് ദ നൈറ്റ്. സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ നീ ഇത് ഓൺലൈൻ വഴിയല്ലേ വാങ്ങിച്ചത്? അതെ. ഇഷ്ടപ്പെട്ടില്ലല്ലോ, എന്ത് ചെയ്യും? അതൊന്നും ഒരു പ്രശ്നമില്ല. ഈ വെയ്ക്ക്ഫിറ്റ് മാട്രസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബൈ ആൻഡ് ട്രൈ എന്നൊരു ഓപ്ഷനില്ല. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ബൈ ആൻഡ് ട്രൈ ആ? അതായത് മമ്മി, ഈ ബൈ ആൻഡ് ട്രൈ എന്ന് പറയുമ്പോൾ നമുക്ക് 100 ദിവസം വരെ ട്രൈ ചെയ്യാൻ പറ്റും. ഈ 100 ദിവസത്തിനകം നമുക്ക് ഈ ഒരു മാട്രസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഇത് റിട്ടേൺ ചെയ്യാൻ പറ്റും. നോ ക്വസ്റ്റ്യൻ ആസ്ക്ഡ്, ഒന്നും തന്നെ ചോദിക്കത്തില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു നല്ല കാര്യം ചെയ്തത്. ഹലോ, പ്രസിഡന്റിന് പോലും ഇല്ലല്ലോ ഇത്രയും കോള്. എടാ എല്ലാം ഓക്കെ അല്ലേ? ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വിളിക്കാം. ഓക്കെ, എനിക്ക് എന്തറിയാം, എൻ്റെ പ്ലാൻ വഴിയാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. മച്ചവരെ ഞാൻ ഹൈലി സജസ്റ്റ് ചെയ്യണം വെയ്ക്ക്ഫിറ്റിന്റെ മാട്രസ്. അടിപൊളി സാധനം, നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്ത് ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ ഈ മെത്തേന്ന് എണീക്കുന്ന പരിപാടിയേ ഇല്ല. എനിക്കും കൂടി ഒരു മെത്ത ഓർഡർ ചെയ്തേര്. സോറി മമ്മി, ഈ മാസം ബഡ്ജറ്റ് ഒന്നും എൻ്റെ കയ്യിലില്ല. പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ എന്ന് വെച്ചാൽ നല്ല ശരിക്കും എൻ്റെ കാശ് ഇറങ്ങിയിട്ടുണ്ട്. സോറി മോനെ, ഒരു മെത്ത കൂടെ വാങ്ങിച്ചെന്ന് പറഞ്ഞ ആകാശമൊന്നും ഇടിഞ്ഞു വീഴിയല്ലോ. മമ്മ വേണ്ട, ഞാൻ തന്നെ ഓർഡർ ചെയ്തോളാം. എന്നെ ഒന്ന് സമാധാനമായിട്ട് വെറുതെ വിട്ടായിരുന്നു. 100 കൂട്ടം പണിയുണ്ട്. പുതിയ മെത്ത വരുന്നവരെ ഞാൻ ഈ മുറി കിടന്നോളാം. താനൊരു കാര്യം ചെയ്യും, താഴോട്ട് വയ്ക്കും. നമ്മൾ എറണാകുളം സ്റ്റേഷനിലാണ് പോകുന്നത് അല്ലേ? ട്വിസ്റ്റ് നമ്പർ 1, അപ്പച്ചനെന്ന് യാത്ര ചെയ്യുന്നത് ട്രെയിനിലോ ബസ്സിലോ ഒന്നും അല്ല കേട്ടോ, പ്ലെയിനിൽ. അതിന് എന്തൊക്കെയോ
പാസ്പോർട്ട് എന്തൊക്കെയോ വേണം, പക്ഷെ അതൊന്നും എൻ്റെ കയ്യിലില്ല. എന്റെ പൊന്നപ്പച്ചൻ എന്തിനാണ് പാസ്പോർട്ട്? ചുമ്മാ പറക്ക്. അത് ശരി. പാവം അപ്പച്ചൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ലെങ്കിലും ശരിക്കും അപ്പച്ചൻ പ്ലെയിനിലാണ് ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പച്ച അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പച്ചന് പേടിയുണ്ടോ? ഓ, പേടിയില്ല. കാരണം ജീവിതത്തിലെ ആദ്യത്തെ ഒരു ആഗ്രഹം തീരാൻ പോകും. ഭയങ്കര ആഗ്രഹമായിരുന്നോ? ഒന്നും അറിയേണ്ട കാര്യമില്ല, എല്ലാത്തിനും ദേ ഇവൻ കൂടെ വരും കേട്ടോ. അതുവഴി കിട്ടും. വിശ്വസിക്കാൻ പറ്റില്ല. കിനാത്തോണി നീങ്ങും മോഹമായി ദൂരെ വിളിക്കുന്നു തീരം ചിലമ്പുച്ച പോലെ. ട്വിസ്റ്റ് നമ്പർ ഈ ട്രിപ്പ് ഒരു ഫുള്ളി പെയ്ഡ് വെക്കേഷൻ ആയിരുന്നു. ആരും കൊതിക്കുന്ന VIP വെക്കേഷൻ. അങ്ങനെ നമ്മൾ അപ്പച്ചൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം, 76 വർഷമായിട്ട് നടക്കാത്തൊരാഗ്രഹം സാധിച്ചു കൊടുത്തു. നമുക്ക് തീരെ സമയമില്ല, ദിവസങ്ങൾ എണ്ണി തുടങ്ങി. കൺസ്ട്രക്ഷൻ വേഗം തീർക്കണം. സാറി പറഞ്ഞ സ്പെക്ക് പ്രകാരമാണെങ്കിൽ ഇതിന് 1 ലക്ഷത്തിന് മേലെയാകും. ഈ ആത്മഹത്യയുടെ വക്കിലായിപ്പോഴും നിൽക്കണം. പക്ഷെ ഞങ്ങൾക്കറിയില്ല സുഹൃത്തുക്കളെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എൻ പേച്ച നാനേ കേൾക്ക മാട്ടേൻ. എങ്ങനെ പോലും മിനിമം ഒരു 7 days ഇടും. 5 days make it done. മധുരമില്ലാതെ നെയ്ത്തിരി നാളമില്ലാതെ സ്വർണ്ണമാനുകളും പാടും കിളിയുമില്ലാതെ നീ എന്തിനെൻ മുന്നിൽ വന്നു പനി നീർമണം തൂകുമെൻ തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലുതുങ്ങി മുന്നാഴി കനവ് തേനൂലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും. ഇപ്പം ഞാൻ എവിടെയാണെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. തിരക്ക് വളരെ വളരെ ഭംഗിയായിരുന്നു. ഓരോക്കെ നല്ല അടിപൊളിയാണ്. ഇതുപോലെ ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശരി ശരി. ട്വിസ്റ്റ് നമ്പർ 3. കഥ ഇപ്പോഴാണ് ആരംഭിക്കുന്നത്. ഹലോ, അല്ല ഇതാരാണ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ യാത്ര ഒരിക്കലും മറക്കും. എന്റെ അപ്പച്ച, ഇതാണ് സാധനം. സൂക്ഷിച്ച് കൊണ്ടുവന്ന്
എന്റെ വിടുന്നില്ലല്ലോ സുഖമല്ല. അപ്പൊ ഞാൻ എന്നെ കരയിപ്പിക്കല്ലേ, ബാക്കിയേറ്. പെട്ടിയും കിട്ടി, അപ്പച്ചനെ തിരിച്ചു കൊണ്ടുവിടാൻ പോവാണ്. അതെന്താ അപ്പച്ച അവിടെ ആൾ തിരക്ക്? ഇറങ്ങിയ അപ്പച്ച, എന്താ ഭയങ്കര ഒച്ച ഇവിടെ? പള്ളി പെരുന്നാളാ? ഞാൻ പറഞ്ഞു ഒരു മകനായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ദൈവത്തോട് പ്രാർത്ഥിക്കുക, അച്ഛനും ഒരു നല്ലത് വരുത്താൻ ഞങ്ങളെ കൊണ്ട് പറ്റേണ്ട ദൈവമേ ഒരു വഴി കാണിക്കണേ എന്നും ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ അത് നിങ്ങളായിട്ട് ദൈവമായിട്ട് നിൽക്കണം. എന്നെ കരയിക്കലും ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഓർമ്മകൾ കളകളം പാടുന്ന പുഴയുടെ തീരത്തെ കുടിലിൽ വരാം, മാറിവിൽ അഴകിനെ പേരൊക്കെ കണ്ടുപിടിച്ചതിന് ഒരുപാട് നന്ദി. അച്ഛാ, ഇതൊക്കെ നമ്മുടെ കയ്യിലല്ലേ, ഇതൊക്കെ അല്ലേ? എൻ്റെ അച്ഛനേക്കാൾ കൂടുതൽ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിച്ചു. ഇപ്പൊ എങ്ങനെ സുഹൃത്തുക്കളെ, സംഗതി കളറായില്ലേ? ഒരു പക്ഷെ നിങ്ങൾ ഓർക്കും ഈ ട്വിസ്റ്റുകളെല്ലാം പുള്ളിക്ക് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കൊന്നും ഇല്ലേ എന്ന്. കണക്ക് കൂട്ടുകളെല്ലാം തന്നെ പെർഫെക്റ്റ് ആയിരുന്നു. എവറിത്തിങ് വാസ് ഗോയിങ് ആസ് പ്ലാൻഡ്. പക്ഷേ ഞാൻ ഭയങ്കര അസ്വസ്ഥനായിരുന്നു. ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. there was something missing. മീ അളയാ, ഗെറ്റ് മീ ഫ്ലൈറ്റ് പോവാ. ഈവൻ ദോ ആ ഹോട്ടൽ മൊത്തം നമ്മുടെ കൺട്രോൾ ആണെങ്കിൽ തന്നെ നമ്മൾ നോക്കുന്ന പോലെ അപ്പച്ചനെ വേറെ ആരും നോക്കത്തില്ല. ഹലോ, മല്ലൂക്കല്ലേ? സംഗതി കളറായില്ലേ? ശിവരാമേട്ടന്റെ ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ വേണ്ടി ഞാൻ വെറും ഒരു കാരണം മാത്രമേ ആയുള്ളൂ. അതിന്റെ പിന്നാമ്പുറ കാഴ്ചകളിൽ എത്ര ആൾക്കാരെ ഒന്ന് സഹായിച്ചു. ഡാഡി, മമ്മി, ഡാഡിയുടെ ഫ്രണ്ട്സ്, അങ്ങനെ ആ നാട് മൊത്തം തന്നെ അവിടെ ഉണ്ടായിരുന്നു. പഴയതുപോലെ തന്നെ നമ്മുടെ ശിവരാമേട്ടൻ ആക്റ്റീവായി തുടങ്ങി. ഇന്ന് ഞാനും നിങ്ങൾ കാരണം പുള്ളി സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത സന്തോഷം കൊടുത്തു, ഒരു പ്രതീക്ഷ കൊടുത്തു. പ്രായം വെറും ഒരു നമ്പറാണ്. ജീവിതത്തിൽ പല പല സങ്കടങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. ഓർക്കുക, എല്ലാം തന്നെ മാറിപ്പോകും. നിങ്ങൾക്കും നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ പങ്കുചേരാം. നിങ്ങളുടെ കൺമുന്നിൽ ഡിസേർവിംഗ് ആയിട്ട് വല്ലതും കണ്ടാൽ ഉടനെ തന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ അറിയിക്കും. നിങ്ങൾക്കറിയാലോ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചെയ്തിരിക്കും. അപ്പച്ചനെ ഇനിയും സന്തോഷിപ്പിക്കണം, ബിസിനസ് വളരണം. നമ്മളൊന്ന് വിചാരിച്ചാൽ ഈ അപ്പച്ചനെ വീണ്ടും സന്തോഷിപ്പിക്കാം. ഈ റൂട്ട് വഴി നിങ്ങൾ പോവുകയാണെങ്കിൽ കയറി ഒരു ചായ കുടിക്കുക, അത്രമാത്രം. ഒരു ഫോട്ടോ കൂടി എടുത്ത് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിനെക്കാട്ടും വലിയ സന്തോഷം കിട്ടാനില്ല. ശിവരാമേട്ടന്റെ ചായ പീടിയുടെ ലൊക്കേഷൻ ചേർത്തലയിലാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മാപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നേ വരെ ചെയ്ത ഫ്രീ പെട്രോൾ, വാക്സിൻ, ഇലക്ട്രിസിറ്റി, മെഡിസിൻ, ബാങ്ക്, ലോട്ടറി, ഇതൊന്നുമല്ല. ചെയ്തു തീർക്കാൻ ഇനിയും പലതുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വാ ചങ്കന്മാരെ, ഈ ലോകം തന്നെ നമുക്ക് മാറ്റാം.